Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. KT ജലീൽ PK ഫിറോസ് അഴിമതി ആരോപണം, പ്രത്യാരോപണം പുതിയ വഴിത്തിരിവിലേക്ക്. ദുബായിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ ജോലിയുള്ളതായി PK ഫിറോസ് ഇന്ന് സമ്മതിച്ചു. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ മറു ചോദ്യങ്ങളാണ് ഫിറോസ് മറുപടിയായി പറഞ്ഞത്. ഒപ്പം മന്ത്രിയായിരിക്കെ മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് KT ജലീൽ കോടികളുടെ അഴിമതി നടത്തിയെന്നും നിർണായക തെളിവുകൾ വൈകാതെ പുറത്തുവരുമെന്നും PK ഫിറോസ് പറഞ്ഞു. KT ജലീലും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിൽ തുടരുന്ന തുറന്ന പോരിന്റെ പുതിയ പതിപ്പ് കഴിഞ്ഞ മാസം 12-നാണ് കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത്. PK ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നു എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KT ജലീൽ ഉന്നയിച്ച പുതിയ ആരോപണത്തിന്റെ കാതൽ. യൂത്ത് ലീഗ് നടത്തിയ കത്വ ഫണ്ടിലും ധോത്തി ചലഞ്ചിലും PK ഫിറോസ് കൈയിട്ട് വാരിയെന്നും ആ പണം ഉപയോഗിച്ച് ട്രാവൽ ഏജൻസിയും വില്ല പ്രൊജക്ടും തുടങ്ങിയെന്നുമാണ് ജലീലിന്റെ ആരോപണം. കഴമ്പില്ലെന്ന് പറഞ്ഞ് ആരോപണത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും PK ഫിറോസിനെ വിടാൻ KT ജലീൽ ഒരുക്കമായിരുന്നില്ല. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഫിറോസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ജലീൽ പിന്നെയും രംഗത്തെത്തി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഹൗസ് എന്ന കമ്പനിയിൽ നിന്ന് ഫിറോസ് 5.25 ലക്ഷം രൂപ മാസശമ്പളം വാങ്ങുന്നതിന്റെ രേഖകൾ അടക്കം പുറത്തുവിട്ടായിരുന്നു ജലീലിന്റെ ഇത്തവണത്തെ രംഗപ്രവേശം. വിശുദ്ധ ഖുർആൻ അടക്കം ഉയർത്തിപ്പിടിച്ച് നടത്തിയ നാടകീയ വാർത്താ സമ്മേളനത്തിൽ PK ഫിറോസ് റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ എന്ന ഗുരുതര ചോദ്യവും ജലീൽ ഉന്നയിച്ചു. അതിന്റെ ഭാഗം തന്നെയാണ് MC കമറുദ്ദീനിൽ തുടങ്ങി PK ഫിറോസ് അദ്ദേഹവും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേലയുമില്ലാതെ നടക്കുകയാണ്. അദ്ദേഹം വലിയ സ്വത്തിന്റെ ഉടമയായിട്ടുണ്ട്. കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട്. ആഡംബര വീടാണ്, 3100 സ്ക്വയർ ഫീറ്റർ വീടാണ്. ആരോപണത്തിനുള്ള മറുപടിയുമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ PK ഫിറോസ് ദുബായിൽ തനിക്ക് ബിസിനസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഒപ്പം മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ കോടികളുടെ അഴിമതി പുറത്തു വരാനിരിക്കുന്നതിലെ വെപ്രാളമാണ് ജലീലിൽ നിന്നും പറഞ്ഞുവെച്ചു. നമുക്ക് വിദേശത്ത് ഇടപാടുകളുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുമാനമുണ്ട്, നാട്ടിൽ ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം പാർട്ടിക്കൊക്കെ അറിയാം. ഞങ്ങൾ പാർട്ടി അനുമതിയൊന്നും വാങ്ങണ്ട. ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ. എന്തെന്നറിയോ? പേരുദോഷം മാത്രമല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്, നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യാം. KT ജലീലിന്റെ മറുപടിയും ഉടനെ എത്തി. താൻ ഉയർത്തിയ ഒരു ആരോപണവും തള്ളിപ്പറയാത്ത PK ഫിറോസ് ദുബായിലെ ബിസിനസ് രേഖകൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. PK ഫിറോസ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണെന്ന് പരിഹസിച്ച KT ജലീൽ മലയാളം സർവകലാശാല ഭൂമി വിവാദം ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാമെന്ന ആത്മവിശ്വാസവും പങ്കുവച്ചു. കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ച് താഴ്ന്നു പോകും. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. ആരോപണ പ്രത്യാരോപണ ബഹളത്തിൽ നാടറിയേണ്ട സത്യങ്ങളെന്താ? ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇങ്ങനെ ശക്തമാവുകയാണ്. PK ഫിറോസ് തെളിയിക്കണോ എന്നാണ് ചോദ്യം. സ്മൃതി, പുതിയ ഒരു സെറ്റ് ആരോപണങ്ങളാണ് KT ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം PK ഫിറോസും KT ജലീലും തുടർച്ചയായിട്ട് പലതവണ നിയമപോരാട്ടം നടത്തിയിട്ടുണ്ട്. പല കേസുകളിലും PK ഫിറോസിനെതിരെ ജലീലിനെതിരെ PK ഫിറോസും രംഗത്ത് വന്നിട്ടുണ്ട്. കത്വ പോലെയുള്ള വിഷയങ്ങളിൽ, ഉന്നാവയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ജലീൽ അന്നൊരു നിലപാടെടുത്തിരുന്നു. പകരം ജലീലിൻ്റെ ബന്ധു നിയമന കേസുമായി ബന്ധപ്പെട്ട് PK ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗും ശക്തമായ സമരരംഗത്തായിരുന്നു. ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ന് PK ഫിറോസിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുത്തണ്ടേ PK ഫിറോസ്? PK ഫിറോസ് വാർത്താ സമ്മേളനത്തിലുടനീളം കുറേ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ അത് ദുബായിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ചില കാര്യങ്ങൾ മറുപടി പറയേണ്ടതില്ല എന്ന രൂപത്തിൽ പ്രതികരിച്ചത്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതായത് ഒരു വെപ്രാളം കൊണ്ടാണ് ജലീൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ജലീലിനെതിരെ മലയാളം സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതി, അതിൻ്റെ തെളിവുകൾ തനിക്ക് ലഭിക്കുന്നേയുള്ളൂ, 3-4 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ വിവരം ജലീലിന് അറിയാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വെപ്രാളം എന്ന രൂപത്തിലാണ് മറുപടിയായി വരുന്നത്.
പക്ഷേ ജലീൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു, അതിനുശേഷം വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കൊപ്പത്ത് അദ്ദേഹത്തിനുള്ള റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് അത് താൻ എന്തോ കണ്ടുപിടിച്ച ഒരു തെളിവായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കൊപ്പത്തൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു, അദ്ദേഹം അവിടെ പോയി ആ തെളിവ് കണ്ടുപിടിക്കുന്ന അവിടെ തന്നെ പോയി ഭക്ഷണം കഴിച്ച് അവിടുത്തെ ജീവനക്കാർക്കൊപ്പം പടമെടുത്ത് അത് ഫേസ്ബുക്കിലൂടെ ഇട്ട് ഒക്കെയാണ് അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാണ് പി കെ ഫിറോസ് അതിന് മറുപടി നൽകുന്നത്. കാരണം അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ CPM-ലെ അടക്കം നേതാക്കളെ ക്ഷണിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നു, അവിടുത്തെ MLA അടക്കം ക്ഷണിച്ചു എന്നുള്ള കാര്യം പറയുന്നു. അത് ബിനാമി ആണ് നടത്തുന്നത്, പി കെ ഫിറോസിൻ്റെ ബിനാമിയാണ് എന്നാണ് ജലീൽ പറഞ്ഞിരുന്നത്. അതിന് പി കെ ഫിറോസ് പറയുന്നത് അതിൻ്റെ ബിനാമിയല്ല, തൻ്റെ പാർട്ട്ണറുടെ പേര് മുഹമ്മദ് അഷ്റഫാണ് പാർട്ട്ണർ എന്ന് പറയുന്നു. എന്നിട്ട് ആ പാർട്ട്ണറുടെ വീട്ടുപരിസരത്ത് പോയി അന്വേഷിക്കുകയാണ്, അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ആരാണ് ഈ മുഹമ്മദ് അഷ്റഫ് എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ജലീൽ എന്നുള്ളതാണത് പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇന്ന് പി കെ ഫിറോസ് പറഞ്ഞ ഒരു കാര്യം. ഇപ്പോൾ ആ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ്, അതുകൊണ്ട് ആ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഉള്ളത്. പക്ഷേ താനും അതിൻ്റെ പങ്കാളിയാണെന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ജലീൽ ഒരു പുതിയ കാര്യം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണെന്ന് പറയുന്നു. ഇനി ദുബായിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ജോലിയുണ്ട് എന്ന് പറയുന്നു. ജോലിയല്ല, അത് ബിസിനസ് തന്നെയാണെന്ന് പറയുന്നു. 3 മാനേജർമാരാണുള്ളത്, അതിലൊരു മാനേജറാണ് അദ്ദേഹം എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ മറ്റ് വിവരങ്ങൾ ഞാൻ പറയേണ്ടതില്ല, അത് പുറത്തേക്ക് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന സ്വാഭാവികമായൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതൊരു പക്ഷേ ലീഗിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം, ഞാൻ പി കെ ഫിറോസിനെ വിളിക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് എനിക്കറിയാൻ കഴിഞ്ഞില്ല. പുറത്ത് ബിസിനസ്സുള്ള അതായത് ഈ അറബ് കൺട്രികളിൽ ജോലിയുള്ളവർ അവിടെ ഒരുപക്ഷെ ഒരു അറബിയുടെ പേരിലൊക്കെ ആയിരിക്കും ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും മാനേജർ എന്ന തസ്തികയായിരിക്കും അതിൽ എഴുതി വെക്കുക എന്നാണ്. എംപ്ലോയീസ് സ്റ്റാറ്റസിലെ അവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ, ആ രൂപത്തിലാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിലൊരു എന്താ പറയുക രഹസ്യ സ്വഭാവമില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറയുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ എല്ലാവർക്കും ദുബായിലെ ബിസിനസ് എങ്ങനെയാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് പറയേണ്ടതുണ്ട്. ഇനി അദ്ദേഹത്തിന് UK വിസയുണ്ട്, അദ്ദേഹത്തിന് USA വിസയുണ്ട് എന്ന കാര്യമൊക്കെ അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ശരി, അദ്ദേഹത്തിന് ദാരിദ്ര്യമുള്ള ഒരു കാലമുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് വീട് വെക്കാൻ പോലും കടമുണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നല്ലോ എന്ന കാര്യവും നേരത്തെ ഫേസ്ബുക്കിലൂടെ ജലീൽ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം നമുക്കൊക്കെ അറിയുന്ന സാമൂഹ്യ പ്രവർത്തനായ ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനോട് കടം വാങ്ങിയ കാര്യവും ആ പണം കുറേ വൈകിയാണ് തിരിച്ചു കൊടുത്തത്, കൊടുക്കാൻ കഴിയാതിരുന്നൊരു കാലമായിരുന്നു, അത് പിന്നീട് അദ്ദേഹം തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യമടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ബുദ്ധിമുട്ടിയിരുന്ന ഒരാൾക്ക് പിന്നീട് ഒരു ബിസിനസ് നടത്തി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൂടാ എന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കാത്തവരല്ല ഇപ്പോൾ ലീഗിലെ മാത്രം കുറച്ച് ആളുകൾ ബിസിനസ് നടത്തുന്നു, ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ ബിസിനസ് അല്ലാതെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായി കഴിയുന്നു. ഇനി മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായ ആൾ എങ്ങനെയാണ് അവിടെ പോയി മറ്റു ജോലിക്ക് സമയം കണ്ടെത്തുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ഇതൊന്നും ജലീലിനോട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ അതിൽ കൃത്യമായി നിൽക്കുക, അതിനപ്പുറം ജീവിക്കാനുള്ള വഴി സ്വയമായി കണ്ടെത്തുന്നെങ്കിൽ അതാണ് നല്ലത്. പലരും അഭിഭാഷകരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്, അതിനുള്ള ശമ്പളം വാങ്ങുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ബിസിനസ് എന്നുള്ളത് നേരായ വഴിക്കാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. അതൊരു പ്രധാനമായ വിഷയമായി അവിടെ നിൽക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ജലീലിൻ്റെ രാജിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ വാർത്താസമ്മേളനത്തിലൂടെ പുറത്തുവിട്ട് അത് കോടതിയിലേക്ക് എത്തി, ഹൈക്കോടതിയിലടക്കം ഹർജി നൽകി, ഒരു നിയമ പോരാട്ടം നൽകി, അതിന് പിന്നാലെ നടന്ന ആളാണ് പി കെ ഫിറോസ്. അതിലുള്ള ഒരു വൈരാഗ്യം സ്വാഭാവികമായും ജലീലിനുണ്ട്. അതിനുശേഷം അത് ബന്ധു നിയമന വിവാദത്തിൽ എല്ലാ ഘട്ടത്തിലും അത് ബന്ധു നിയമനത്തിൽ എന്ത് ന്യായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് നമ്മൾക്കറിയാവുന്നതാണ്. ആ ബന്ധു നിയമനം എന്നുള്ള നിയമനം തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ തന്നെ മാറ്റി എഴുതുകയായിരുന്നല്ലോ അതിൽ ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് 2018. അപ്പോൾ ആ രാജിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധമുണ്ടായി. പിന്നെ നമ്മൾ കണ്ടത് ജലീലുമായി ബന്ധപ്പെട്ട ഖുറാൻ വിവാദമായിരുന്നു. ഖുറാനിലൂടെ സ്വർണം കടത്തി എന്നൊക്കെയുള്ള വിവാദം, അത് ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം. അന്ന് പക്ഷേ ചോദ്യം ചെയ്യലിനടക്കം ഹാജരായി എന്നയുടെ മുന്നിലെത്തുന്നു. അന്നൊന്നും നമ്മൾ ജലീൽ സ്വർണ്ണക്കടത്തുകാരനാണെന്നൊന്നും നമ്മൾ സംശയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ജലീലിൻ്റെ പ്രതികരണങ്ങളും ജലീലിൻ്റെ രീതികളുമൊക്കെ വേറെ രൂപത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയങ്ങൾ തുടക്കത്തിൽ തന്നെ നോക്കൂ. ജലീൽ ഒരു വാർത്താസമ്മേളനം നടത്തി, ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണമായി അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഖുറാൻ എടുത്ത് സത്യം ചെയ്യുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല എന്ന്. ഒരു പൊതുപ്രവർത്തകൻ എന്തിനാണ് ഖുറാൻ എടുത്ത് സത്യം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് മുന്നിൽ? അങ്ങനെയാണോ അതിൻ്റെ ഒരു രീതി? ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പുറത്ത് രാഹുൽ ഗാന്ധി
മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഖുറാൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിശ്വാസമാണ്. അത് ജനങ്ങളോട് പറയുമ്പോൾ ഖുറാൻ തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന് മുഴുവൻ പൊതുജനം വിശ്വസിക്കണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ മോദി ഭഗവത്ഗീതയുമായിട്ട് നടക്കുമോ? അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുക? ഒരാൾക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണോ വരേണ്ടത് ജനങ്ങൾക്ക് മുന്നിൽ? അതൊരു ചോദ്യമല്ലേ? അപ്പോൾ അങ്ങനെയാണ് ജലീൽ അതിനെ കാണുന്നത്. അതിവൈകാരികമായി പ്രതികരിക്കുക, ഫേസ്ബുക്കിലൂടെ യുദ്ധം നടത്തുക, അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുക. പക്ഷേ ഡോക്ടറിൻ്റെ ചർച്ചയിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ സംസാരിക്കാൻ? റിപ്പോർട്ടിൽ വന്നിട്ടില്ല, 24 അല്ല, ഈ വിഷയത്തിൽ എനിക്കറിയില്ല. പൊതുവെ അദ്ദേഹം അങ്ങനെ ഒരു ചർച്ചയിലേക്കോ അങ്ങനെ ഒരു ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഒരു ചർച്ച രൂപത്തിലേക്ക് മുമ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വന്നായി ഞാൻ കണ്ടിട്ടില്ല. അല്ല, അതിലുണ്ട്, അതിൽ അദ്ദേഹത്തിന് നല്ല വ്യക്തതയുമുണ്ട്. അദ്ദേഹം അത് ചെയ്തിട്ടില്ലാത്ത വ്യക്തതയുണ്ട് അദ്ദേഹം പറയുന്നു. പക്ഷെ എല്ലാ കാര്യത്തിലും അങ്ങനെ വന്നിട്ടില്ല. ബന്ധു നിയമത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ് ബുദ്ധിമുട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊരു ശരിയായ സമീപനമാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. മറിച്ച് ലീഗ് നേതൃത്വം, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കൊരു വലിപ്പം ജലീലിന് നൽകേണ്ടതില്ല, ജലീൽ അങ്ങ് പറഞ്ഞു പോകട്ടെ എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. നമ്മൾക്കറിയുന്നത് പോലെ CPIM-ഉം ഈ വിഷയം അങ്ങനെ ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ചർച്ചയ്ക്കൊക്കെ പ്രതിനിധി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഗൗരവത്തിലെടുക്കുന്ന വലിയൊരു ആരോപണമായി CPM അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരാണതിൽ കൃത്യമായി പ്രതികരിക്കുക. അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് CPM-ഉം പോയിട്ടില്ല. ഇനി ബിസിനസ് ചെയ്യുന്ന രാഷ്ട്രീയക്കാർ എന്നത് വലിയൊരു വിഷയമായി ഉന്നയിക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചും PV അൻവർ എന്ന ബിസിനസ്സുകാരനെ ഇവിടേക്ക് ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുകയാണ്. PV അൻവർ ബിസിനസ്സുകാരായിരിക്കുമ്പോഴാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം പോലും അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം പ്രചാരണത്തിന് സമയത്തിന് എത്താതിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ജയിപ്പിച്ചു. അതൊക്കെ നമ്മൾ കേരളം കണ്ടതാണല്ലോ. അപ്പോൾ മണിക്കൂർ സംബന്ധിച്ച് ഇവിടെ ചെലവഴിക്കുന്ന സമയം, ദുബായിൽ ചെലവഴിക്കുന്ന സമയം, അതൊന്നും ആലോചിച്ചിട്ട് ഏതായാലും ജലീൽ തലമുണ്ടാക്കേണ്ട. പക്ഷെ അതേസമയം ഒരു ആരോപണം ഉയരുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് ജലീലിനോടുള്ള മറുപടി മാത്രമല്ല, ജനങ്ങളോടുള്ള മറുപടിയും കൂടിയാണ്. ജനങ്ങളോട് നിങ്ങൾ അത് അറിയേണ്ട എന്നാണോ PK ഫിറോസ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ദുബായിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ പറയുന്ന 5.5 ലക്ഷം എന്നുള്ള സാലറി എന്നുള്ളത് ജലീൽ പറയുന്ന ആരോപണമാണ്. അത്രയ്ക്കൊന്നും എംപ്ലോയ്മെന്റ് കാർഡിലുണ്ട്, അദ്ദേഹത്തിന് അത്രയില്ലാന്ന് അദ്ദേഹം പറയുന്നു. വിസ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ സാലറി കൂട്ടി എഴുതുന്ന ഒരു രീതി ഉണ്ട് എന്നുകൂടിയാണ് ലീഗിലെ ചില നേതാക്കൾ പറയുന്ന ഒരു ന്യായം. അതെനിക്കറിയില്ല, അവർ പറയുന്ന ന്യായമായിട്ടാണ്. ഫിറോസിൽ നിന്നും അതിലൊരു ന്യായം കേട്ടിട്ടില്ല. ഏതായാലും ഇതിപ്പോൾ വന്നിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരം അതിങ്ങനെ മൂർച്ഛിച്ച് വരുന്ന ഒരു പ്രതികരണമായിട്ടേ കാണുന്നുള്ളൂ. അതിലേക്ക് അപ്പുറത്തേക്ക് വളർന്നിട്ടില്ല. വളർന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ കാണാം. CPM പോലും ആ രൂപത്തിൽ അതിനെ ഏറ്റെടുത്തിട്ട് ഒരു സംശയം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്നൊക്കെ മാറി നിന്ന് പറയുക മാത്രമേ CPM ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് PK ഫിറോസ് പറയുന്നുണ്ട്. അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ പോകട്ടെ. ഇപ്പോൾ കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കോടതിയിൽ സ്റ്റേയിൽ നിൽക്കുകയാണ്, മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിലും സത്യമില്ല, അതിൻ്റെ കാര്യങ്ങൾക്കും വ്യക്തത വരുത്താൻ താൻ തയ്യാറാണെന്ന് ഫിറോസ് പറയുന്നുണ്ട്. പലതവണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് രാഷ്ട്രീയ നേതാക്കളുള്ള വൈരം അത് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പക്ഷേ വ്യക്തത ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജിമ്മി, ഫിറോസ് തെളിയിക്കണ്ടേ? ഈ അടിമുടി സംശയം നിറഞ്ഞ ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിർത്തിയൊരു വാർത്താ സമ്മേളനമാണ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസിൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് തോന്നിയത്. രാഷ്ട്രീയം നിങ്ങളൊരു തൊഴിലാക്കരുത്, സ്വന്തമായി എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഫിറോസിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് തീർന്നത്. പക്ഷേ അദ്ദേഹം ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ ബാക്കിയായിരുന്നു. KT ജലീൽ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഫിറോസിനെതിരെ ഉന്നയിച്ചത്. ഒന്ന്, ഇദ്ദേഹത്തിന് കേരളത്തിൽ 2 ഇടത്ത് യമ്മി ഫ്രൈഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. 2, ഇദ്ദേഹത്തിന് വിദേശത്ത് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. 3, തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും വളരെ വലിയ കടമുണ്ടെന്നും നിസ്സാര വരുമാനമേ ഉള്ളൂ എന്നും പറഞ്ഞു. 4, യൂത്ത് ലീഗിൻ്റെ ധോത്തി ചാലഞ്ചിൽ 700 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുന്ന മുണ്ടിന് വെറും 200 രൂപയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായി പല ദിവസങ്ങളായി ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളോടും അദ്ദേഹം ഈ കാര്യം വിശദമായി സംസാരിച്ചു. ആദ്യം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ PK ഫിറോസ് എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് നല്ല കാര്യം. ആദ്യത്തെ പ്രശ്നം, എനിക്ക് 2 കടകളുണ്ട്, അതിനെന്താ കുഴപ്പം എന്നുള്ളതാണ് PK ഫിറോസ് ചോദിച്ചത്. അതിനൊരു കുഴപ്പവുമില്ല. പക്ഷേ ചോദ്യം അടുത്തുണ്ടായി, എന്തുകൊണ്ട് PK ഫിറോസ് ഈ കാര്യം ഇതുവരെ ആരോടും പറഞ്ഞില്ല, അത് പരസ്യമായി പറയുന്നില്ല? അത് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലേ, അത് ആളുകൾ കേട്ടാൽ എന്തായിരിക്കും പ്രശ്നം? ശരി, അപ്പോൾ കട നിങ്ങളുടെ പേരിലാണോ? അത് തിരുനാവായക്കാരനായ മുഹമ്മദ് അഷ്റഫാണ് കൊപ്പത്തുള്ള കടയുടെ ആൾ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് കട. അപ്പോൾ ഹൈലൈറ്റ് മാളിലെയോ അത് വേറൊരാളുടെ പേരിലാണ്. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഈ കടയുടെ സാധനങ്ങളെല്ലാം വേറെ ആളുകളുടെ പേരിലാണ്. PK ഫിറോസ് പക്ഷേ കടയുടെ ഉടമസ്ഥനാണ്, പാർട്ട്നേഴ്സാണ്.
ഇങ്ങനെ സംശയത്തിൽ നിർത്തിക്കൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആ വിഷയം കടന്നുപോയത്. ഇങ്ങനൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ കടലാസ് പുറത്ത് കാണിക്കാൻ PK ഫിറോസ് എന്ന രാഷ്ട്രീയ പ്രവർത്തന ഉത്തരവാദിത്തമുണ്ട്. ഒരു സാധാരണ കച്ചവടക്കാരനാണെങ്കിൽ അതില്ല. പക്ഷേ PK ഫിറോസ് 10 വർഷമായി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഈ കടയിൽ പാർട്ട്ണർഷിപ്പ്, ഇതൊരു ചെറിയ കടയോ വലിയ കടയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കടയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വേറെയാണെങ്കിലും ഞാനും കൂടെ പാർട്ട്ണറാണെന്നും ഞാൻ ഇതുവരെ പറയാത്തത് ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്, അതുകൊണ്ട് നിങ്ങൾ ആ പറയണമായിരുന്നു. എന്താണ് ആ ബന്ധം എന്ന് പറയണം. അത് അദ്ദേഹം പറഞ്ഞില്ല. രണ്ടാമത്തെ ആരോപണം, വിദേശത്ത് നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണ്. അപ്പോൾ PK ഫിറോസ് പറയുന്നു, അതെ ഞാൻ പാർട്ട് ടൈം സെയിൽസ് മാനേജറാണ്. ഓ ശരി, എത്രയാണ് ശമ്പളം? അത് KT ജലീൽ പറയുന്നു 22,000 ദിർഹം. അത് 2019 കണക്ക് വെച്ച് നോക്കിയാലും ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാലും അത് ഏതാണ്ട് 5-5.25 ലക്ഷം രൂപ വരും ഒരു മാസം. അപ്പോൾ ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഇയാൾക്ക് ഇത്രയും രൂപ ശമ്പളമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് 2021 സത്യവാങ്മൂലത്തിൽ ഇദ്ദേഹം പറയുന്നത് 2020-21 വർഷം, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പത്തെ വർഷം എൻ്റെ വരുമാനം 4 ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നാ. കടം എത്രയാ? കടം 47 ലക്ഷത്തിൽ ചില്ലുവാൻ രൂപ എനിക്ക് കടവുമുണ്ട്. ജലീൽ വാർത്താ സമ്മേളനത്തിൽ വിശദാംശങ്ങളടക്കം പറയുന്നു. ഇദ്ദേഹം വിദേശത്ത് ജോബ് കാർഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് 2018 മുതൽ 2020 വരെ, 2022 മുതൽ 24 വരെ, ഇപ്പോൾ 2024 മുതൽ 26 വരെ. ഇതിനിടയ്ക്കുള്ള 2 വർഷത്തെ വിൻഡോ പീരീഡ്, അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡ് ഉണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ, NRI സ്റ്റാറ്റസ് ഉണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ വെടിപ്പായി അദ്ദേഹം പറയുകയും അതിൻ്റെ രേഖ അദ്ദേഹം വിതരണം ചെയ്യുകയും ചെയ്തതാണ്. അതിന് മറുപടി വേണ്ടേ? നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു വ്യക്തി നിങ്ങളുടെ വരുമാനം പറയണമെന്നില്ലെന്നേ, പക്ഷേ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് ആളുകളോട്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളോട് മാധ്യമങ്ങളും ജനങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എനിക്കിങ്ങനത്തെ യാതൊരു ബിസിനസ്സും ഇല്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. PK ഫിറോസ് നിന്നാലും ഈ വിഷയത്തിൽ PK ഫിറോസിന് ജോബ് കാർഡ് ഒരു തെളിവായതുകൊണ്ട് PK ഫിറോസിന് അതിന് പുറകോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. അല്ലാതെ ആ ജോബ് കാർഡ് ഉണ്ട് എന്ന് PK ഫിറോസ് സ്വയമായും തെളിയിക്കുകയായിരുന്നില്ല. അപ്പോൾ വിഷയത്തിൽ PK ഫിറോസിന് എങ്ങനെയാണ് 2018 മുതൽ 2020 വരെ ജോബ് കാർഡ് ഉണ്ടായിരിക്കുകയും PK ഫിറോസ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയും ആ കമ്പനിയിൽ അദ്ദേഹത്തിന് 22,000 ദർഹം 5.25 ലക്ഷം രൂപ വെച്ച് ഓരോ മാസവും ശമ്പളം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് PK ഫിറോസെ നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ എൻ്റെ വരുമാനം 2020-21 വർഷത്തെ വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയാണെന്ന് പറയുക? അടുത്ത ആരോപണം, ഈ കമ്പനിയിൽ വെറും 3 പേരേ ഉള്ളൂ കേട്ടോ. ഒന്ന് സെയിൽസ് മാനേജർ, ഒന്ന് പർച്ചേസ് മാനേജർ, ഒന്ന് പിന്നെ ഫ്ലോർ മാനേജറോ എന്തോ ഒരു മാനേജർ, അങ്ങനെ 3 മാനേജറേ ഉള്ളൂ. അപ്പോൾ ചോദിക്കുന്ന തൂപ്പുകാരില്ലേ, ക്ലർക്കില്ലേ, അങ്ങനെ ആരുമില്ല. ഇതെന്തൊരു കമ്പനിയാണ്? ഈ കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത്? കമ്പനിയുടെ പേരെന്താ? ഇതൊന്നും പറയാൻ പറ്റില്ല. കമ്പനിയുടെ പേര് പറയില്ല, എവിടെയാണ് പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് 3 പേരുള്ളത്? അത് ജോബ് കാർഡ് അനുസരിച്ച് പുതിയ കമ്പനിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ആളുകൾ എടുക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ അത്രയും നേരം ഈ കമ്പനി എങ്ങനെയാണ് പോയത്? ഈ കമ്പനി എന്താ ചെയ്യുന്നത്? അത് ഫുഡ് എക്സ്പോർട്ട് ബിസിനസ്സാണ് ചെയ്യുന്നത്. എവിടെയാണ്? അത് പറയാനാവില്ല. ഇത് വല്ലാത്ത വിചിത്രമായ ഒരു ന്യായമാണ്. നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെന്ന് സമ്മതിക്കുക, നിങ്ങൾ ആ കമ്പനിയിലെ ജോലിക്കാരനാണെന്ന് സമ്മതിക്കുക, എന്നിട്ട് പറയുക അതിൻ്റെ ഒരു വിശദാംശങ്ങളും എനിക്ക് പുറത്ത് പറയാനാവില്ല, എൻ്റെ വരുമാനം പോലും പുറത്ത് പറയാനാവില്ല. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് അതിന് കോൺട്രറിയായി നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഒരു വിഷയം കൂടെ ഇതിനകത്തുണ്ട്. കേരള ചരിത്രത്തിലെ ആദ്യത്തെ നേതാവായിരിക്കും, ഇവിടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനും വിദേശത്ത് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയും ചെയ്ത PK ഫിറോസ്. അങ്ങനെ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് ആരെ പറ്റിക്കാനാണ്? ഇത് PK ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദേശത്തെ ഒരു കമ്പനിയിൽ പാർട്ട് ടൈം സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. എനിക്കതിന് ഒരു തെളിവും വേണ്ട. PK ഫിറോസ് അത് തെളിവ് കൊണ്ടുവരികയും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ അത് കുറച്ച് വൃത്തിയായും വെടുപ്പായും പറയണം. എന്താണ് ബിസിനസ്, എന്താണ് പരിപാടി, ഈ കമ്പനിക്ക് ഇത്രയും ലാഭമുണ്ടോ? വിദേശത്തെ ജോലിയുള്ളവർക്കറിയാം, ദുബൈയിൽ 22,000 ദിർഹം ആണ് വരുമാനം എന്ന് പറഞ്ഞാൽ ചില്ലറ വരുമാനമൊന്നുമല്ല. 5-5.5 ലക്ഷം രൂപ ഒരു മാസം കിട്ടുകയാണ്. അത് പാർട്ട് ടൈം സെയിൽസ് മാനേജർ. ഇവിടെ മുഴുവൻ സമയവും ഒരു ദിവസം 1,500 മുതൽ 2,000 രൂപ വരെ പെട്രോൾ അടിക്കാൻ എനിക്ക് ചിലവാകുന്ന പറഞ്ഞ PK ഫിറോസ് ഇതിനിടയ്ക്ക് എപ്പോഴോ ഇരുന്ന് ഏതോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ്. അതും നമ്മൾ വിശ്വസിക്കണം. പക്ഷേ അതിന് കടലാസ് കാണിക്കണം. ഇനി ഏറ്റവും അവസാനത്തേത്,
ഇദ്ദേഹത്തിൻ്റെ സംഘടന ഒരു ധോത്തി ചലഞ്ച് നടത്തി. ആ ധോത്തി ചലഞ്ചിൽ 700 രൂപയുടെ മുണ്ട് കീറിപ്പോയതും നിറം ഇളകിപ്പോയതും വളരെ വലിയ ആരോപണമാണ്. അത് 200 രൂപയേ ഉള്ളൂ എന്ന് KT ജലീലും ബാക്കി പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് 3 വർഷം പഴയ ധോത്തി ചലഞ്ചാണ്. ഈ ധോത്തി ചലഞ്ചിനെ കൊണ്ട് അദ്ദേഹം ധോത്തി ഒരു ദിവസം നിലമ്പൂർ പത്രസമ്മേളനത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ മലപ്പുറത്തോ മുണ്ട് കാണിച്ചു. ആ മുണ്ട് ഇപ്പോഴും കീറിയിട്ടില്ല. സാറേ, അതല്ല ചോദ്യം. നിങ്ങളോട് ചോദിച്ച ചോദ്യം ഈ മുണ്ട് വാങ്ങിച്ചത് 700 രൂപയ്ക്കാണോ 200 രൂപയ്ക്കാണോ? അതിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കേണ്ടത് അതിൻ്റെ ബില്ല് കാണിക്കുകയാണ്. ഇത്രയും രൂപയുടെ ബില്ല്. അത് ചെറിയ പൈസയ്ക്കല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് മുണ്ടുകളാണ് വാങ്ങിച്ചത്. അത്രയും മുണ്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബില്ലാണ് ചോദിച്ചത്. ആ ബില്ലുമില്ല. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ വിദേശത്ത് ഇത്രയും രൂപ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ടാക്സ് അടച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ഉണ്ടോ? അതോ നിങ്ങൾ വല്ലപ്പോഴും ഗൾഫിൽ പോകുന്ന ആളായതുകൊണ്ട് ആ തുക നിങ്ങൾ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട ആളാണ്, അത് അടച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഞാൻ ഒരു ബിസിനസ് നടത്തുന്നത് എന്തോ വലിയ കാര്യമാണ്. സത്യത്തിൽ വലിയ കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ ചെയ്യുകയും വേണം. പക്ഷേ ചോദ്യങ്ങൾക്ക് എൻ്റെ ബിസിനസ് എന്താണ്, എൻ്റെ ജോലി എന്താണ്? അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. എനിക്ക് കാനഡയിൽ, അമേരിക്കയിൽ, പിന്നെ UK ഒക്കെ എനിക്ക് വിസയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ എല്ലാം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജോബ് വിസ എന്നല്ലോ. അല്ല, ഇവിടെ എല്ലാം എനിക്ക് ബിസിനസ് ഉണ്ട്. ഇവിടെ എല്ലാം എനിക്ക് ബിസിനസ് ഉണ്ടെന്നോ? ഇവിടെ എല്ലാം എനിക്ക് ബിസിനസ്, ഞാൻ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കണേ, കേരളത്തിൽ 2 ചിക്കൻ കട, വിദേശത്ത് 5 രാജ്യങ്ങളിൽ ബിസിനസ്, UK-യിൽ ജോലി, പാർട്ട് ടൈം സെയിൽസ് മാനേജർ. ഇതൊന്നും കൂടാതെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ 10 വർഷമായി. നമിക്കണം ഈ ഒരു ഊർജ്ജത്തെ, ഈ ഊർജ്ജ സ്രോതസ്സിനെ. എങ്ങനെയാണ് ഇതെല്ലാം പറ്റുന്നതെന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് ക്ലാസ് എടുത്ത് പഠിക്കേണ്ടതാണ്. ഹാർവാർഡിലോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ IIM-ലോ ഒക്കെ അദ്ദേഹത്തെ ക്ലാസ് എടുക്കാൻ വിളിക്കണം. പക്ഷേ അതിനു മുമ്പ് PK ഫിറോസ് പറഞ്ഞൊഴിയാൻ പറ്റില്ല. വളരെ വ്യക്തമായി വെടുപ്പായി ചോദ്യങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ട്. താങ്കൾക്ക് എത്രയാണ് വരുമാനം? ആ വരുമാനം താങ്കൾ ടാക്സ് അടച്ചിട്ടുണ്ടോ? അങ്ങനെ വലിയ വരുമാനം 2018 മുതൽ ജോബ് കാർഡ് അനുസരിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 2021 നിങ്ങൾക്ക് 4 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ എന്ന് പറഞ്ഞത്? പിന്നെ ഇത്രയും ബിസിനസ്സും കേരളത്തിലകത്ത് 2 ചിക്കൻ ഔട്ട്ലെറ്റുകളും പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഇതെല്ലാം കൂടെ എങ്ങനെയാണ് സാധിക്കുന്നത്? അതോ ഇത് പൈസ വെളുപ്പിക്കാനായി റിവേഴ്സ് ഹവാല മുതലായ പല ആരോപണങ്ങളുമുണ്ട്, അതിൻ്റെ പേരിലുള്ളതാണോ? ശ്രീ PK ഫിറോസ്, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ കാര്യം സംശയലേശമന്യെ തെളിയിച്ചില്ലെങ്കിൽ, ഇതിൻ്റെ രേഖകൾ മുഴുവൻ പൊതുജനമധ്യത്തിൽ വെച്ചില്ലെങ്കിൽ, ഒരു കാരണവശാലും രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും തൊഴിലെടുത്തും ബിസിനസ് ചെയ്തും ജീവിക്കണം എന്ന് പറയുന്ന ഗിരിപ്രഭാഷണം ഒരു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. താങ്കളെ അഴിമതിക്കാരനായി ജനം മുദ്രകുത്തും. അധികം സമയമില്ല. അതുകൊണ്ട് ഇത് ആര് പറഞ്ഞു? നിങ്ങൾ തമ്മിലുള്ള വിരോധം എന്താണ്? KT ജലീലിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ശരിയാണോ? ഇതൊന്നും എൻ്റെയോ കേരളത്തിലെ ജനങ്ങളുടെയോ വിഷയമല്ല. ചോദ്യങ്ങളാണ് പ്രധാനം. അതിന് താങ്കൾ ഇന്ന് ഒട്ടും വ്യക്തമായ ഉത്തരമാണ് പറഞ്ഞത്. താങ്കൾ സംശയമുനയിലാണ്. PK ഫിറോസ് തെളിയിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. എന്തുകൊണ്ടെന്നാൽ ചോദ്യങ്ങൾ വളരെ ഷാർപ്പാണ്, ഉത്തരങ്ങളാവട്ടെ പരത്തി പറഞ്ഞതും ഏറെ അവ്യക്തതയുള്ളതുമാണ്. PK ഫിറോസിനോട് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ തുടർച്ചയായി ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. PK ഫിറോസ്, ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ UAE-യിലെ ആസ്ഥാനം എവിടെയാണ്? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അതൊരു വെർച്വൽ ഓഫീസാണ് എന്നാണ്. അതിലാകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 3 ഉദ്യോഗസ്ഥർ മാത്രമാണ്. അതിലൊരു ഉദ്യോഗസ്ഥനാണ് താങ്കളുള്ളത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു കമ്പനിക്ക് ഒരു UAE-യിൽ ഒരു വെർച്വൽ ഓഫീസ് തുടങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല. നിയമപരമായി PK ഫിറോസ് പറഞ്ഞത് ശരിയുമാണ്. അവിടെ ഒരു വെർച്വൽ ഓഫീസ് തുടങ്ങുന്നതിന് സാങ്കേതികമായി ഒരു തടസ്സവുമില്ല. നിയമം നമ്മളെ അനുവദിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ആ വെർച്വൽ ഓഫീസിൽ നമുക്ക് പണിയെടുക്കാനുമാവും. NRI സ്റ്റാറ്റസ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടുത്തെ വരുമാന സ്രോതസ്സിൽ അത് കാണിക്കാം. പക്ഷേ അവിടെ നിങ്ങളുണ്ടാക്കുന്ന വരുമാനം നമ്മുടെ നാട്ടിൽ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിവിടെ IT വകുപ്പിന് മുന്നിൽ നിങ്ങൾ കാണിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ്. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് എത്തിയാൽ, ഇതൊരു വെർച്വൽ ഓഫീസാണെങ്കിൽ, ഇതൊരു ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ, ഈ കമ്പനിക്ക് സ്വാഭാവികമായും അവിടെ ഒരു വെയർഹൗസ് വേണം. ദുബായിൽ എവിടെയാണ്
ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ വെയർ ഹൗസ് ഉള്ളത്. അവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏതൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ, ഏതൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലാണ് എന്നുള്ളതിൻ്റെ വിശദമായ വിവരം അങ്ങേക്ക് ഇന്ന് വളരെ ലളിതമായി ഈ പത്രപ്രവർത്തകർക്ക് മുന്നിൽ വയ്ക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, അങ്ങ് അവിടെ ചെയ്യുന്ന ബിസിനസ് അത് റിവേഴ്സ് ഹവാലയാണ് എന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു KT ജലീൽ. അങ്ങ് അതിന് മറുപടി പറയേണ്ടത് തെളിവുകൾ സഹിതം വന്ന് അങ്ങ് മറുപടി പറയണം. അതിലെ തെളിവുകൾ എന്താണ്? തെളിവുകൾ നമ്പർ 1, ഇതാ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് ഏറെക്കാലമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി ഫുഡ് എക്സ്പോർട്ടാണ് ചെയ്യുന്നത്, ഇതടക്കമുള്ള മറ്റ് കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കമ്പനി ഇപ്പോൾ ദുബായിൽ ഈ ആസ്ഥാനത്താണുള്ളത്. ശരി, വെർച്വൽ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, ഒരു മേൽവിലാസം മാത്രമേ ഉള്ളൂ. അവിടെ മേൽവിലാസം മാത്രമുള്ള ഒരു വെർച്വൽ കമ്പനിയാണ്. നിയമപരമായ വെർച്വൽ കമ്പനി ശരിയാണ്, പക്ഷേ ആ വെർച്വൽ കമ്പനിക്ക് അവിടെ വെയർഹൗസോ മറ്റെന്തെങ്കിലും ആസ്ഥാനമോ ഉള്ളതായി നമ്മളുടെ അന്വേഷണത്തിൽ ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. PK ഫിറോസ് അതങ്ങ് വ്യക്തമാക്കുക എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇങ്ങനൊരു സ്ഥാപനം ലോകത്ത് ഇവിടെ മാത്രമേ കാണൂ എന്ന് നേരത്തെ ജിമ്മി പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായും യോജിക്കുന്നു. ഈ കമ്പനിയിൽ ആകെ 3 ജീവനക്കാരുടെ വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഒന്ന്, ആ കമ്പനിയുടെ സെയിൽസ് മാനേജറായ ഫിറോസ് പാലുള്ളക്കണ്ടിയിൽ മാമു എന്ന നമ്മളുടെ PK ഫിറോസ്. 2, ഓഫീസ് മാനേജറായി പ്രവർത്തിക്കുന്ന റയീസ് മൂന്തോട്ട് തറമ്മിൽ അബ്ദുൾ റഹ്മാൻ. മൂന്നാമത്തെയാൾ പർച്ചേസിംഗ് മാനേജർ അരട്ടൻകണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കിടി. പർച്ചേസിംഗ് മാനേജർ, ഓഫീസ് മാനേജർ, സെയിൽസ് മാനേജർ. 3 മാനേജർ മാത്രമുള്ള ഒരു കമ്പനി. ഇതെങ്ങനെയാണ് ആ കമ്പനി പ്രവർത്തിക്കുക? അവിടെ ആ സാധനത്തെക്കുറിച്ച്, അവിടെ എത്തുന്ന സാധനം അവിടെ ഇറക്കി വയ്ക്കാനും അത് കയറ്റി അയക്കാനും അതിൻ്റെ ബില്ല് അടിക്കാനും ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ, ഒരു സിസ്റ്റം ഓപ്പറേറ്റർ അവിടെ ഉണ്ടാവണ്ടേ, ഒരു ക്ലർക്ക് അവിടെ ഉണ്ടാവണ്ടേ? ഇതൊന്നും വേണ്ട, ഒരു MD വേണ്ടേ ആ സ്ഥാപനത്തിന്? ആരാണ് ഈ സ്ഥാപനത്തിൻ്റെ MD? ഒരു വിവരവും നമുക്കിതുവരെ ലഭ്യമല്ല. നിലവിൽ ആകെ 3 മാനേജർമാർ മാത്രം. ഒന്ന് സെയിൽസ് മാനേജർ, ഒന്ന് പർച്ചേസ് മാനേജർ, 3 ഓഫീസ് മാനേജർ. ഈ 3 മാനേജർമാരുള്ള ഒരുപക്ഷെ ലോകത്തിലെ അപൂർവം കമ്പനികളിൽ ഒന്നായിരിക്കും ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ്. ഇവിടെ വ്യക്തത വരുത്താൻ PK ഫിറോസ് അങ്ങേക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ കമ്പനി ഒരു വെർച്വൽ ഓഫീസാണെങ്കിൽ, ഈ കമ്പനിയുടെ മറ്റേതെങ്കിലും ഒരു ആസ്ഥാനമോ വെയർ ഹൗസോ ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ MD ആരാണ്? ഈ 3 പേർ കൂടാതെ മറ്റേതെങ്കിലും ആളുകൾ അവിടെ ഉണ്ടോ? ആ കാര്യം PK ഫിറോസ് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ സംശയത്തിന് മുകളിലാണ് അങ്ങ് നിൽക്കുക. ഇതൊരു കടലാസ് കമ്പനിയാണ് എന്ന ആക്ഷേപം നിൽക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2, താങ്കൾ നേരത്തെ ജിമ്മി പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. 2024 ഒരു വിസ കാലാവധി അവസാനിച്ചു. നമ്മളുടെ അന്വേഷണത്തിൽ 2022-24 ഇയാൾക്കൊരു ജോബ് വിസ ഉണ്ടായിരുന്നു PK ഫിറോസിന്. ശരിയാണ്. 2018 മുതൽ 2020 ഡിസംബർ വരെയും ഒരു ജോബ് വിസ കാർഡ് ഉണ്ടായിരുന്നു. ആ വിസ കാർഡിലും ഈ ഫോർച്യൂൺ കമ്പനിയിൽ ഇയാൾ പണിയെടുത്തിരുന്നു. അന്നത്തെ ശമ്പളത്തിലും കാണിച്ചിരുന്നത് 20,000 രൂപ ശമ്പളവും 2,000 UAE ദിർഹം ട്രാവൽ അലവൻസുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 22,000 UAE. ആ നമുക്ക് ഡോക്യുമെൻറ്റ്സിൽ കാണാം, എംപ്ലോയി ഡീറ്റെയിൽസിൽ കാണാം 22,000 UAE ദിർഹം. ദുബായിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എത്ര തുക കൂട്ടിവെക്കുന്നോ അത്രയും തുകയുടെ കൃത്യമായിട്ടുള്ള പണം നിങ്ങൾ കൈപ്പറ്റിയിരിക്കണം. അതിനനുസരിച്ചുള്ള രേഖകൾ അവിടെ കാണിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ വേറെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് പറ്റിക്കാൻ സാധ്യമല്ല. അവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. ശരി, അത് അങ്ങയുടെ സ്വകാര്യമായൊരു കാര്യമാണ്. അങ്ങേക്ക് 22,000 UAE ദിർഹം കിട്ടിയിട്ടുണ്ടോ? അങ്ങയും അങ്ങയുടെ കമ്പനി ഉടമയും തമ്മിലുള്ള, ഉടമ ആരാണ് എന്നത് വ്യക്തമല്ല. ഇപ്പോഴും ഓഫീസ് മാനേജർ മാത്രമേ ഉള്ളൂ, പർച്ചേസിംഗ് മാനേജർ മാത്രമേ ഉള്ളൂ, സെയിൽസ് മാനേജർ മാത്രമേ ഉള്ളൂ. ഉടമ ആരാണെന്ന് ഇനിയും വ്യക്തമല്ല. നിങ്ങൾ തമ്മിലുള്ളൊരു കരാറാണ്, ഇല്ലാത്തൊരു ഉടമയും അങ്ങയും തമ്മിലുള്ളൊരു കരാറാണ്. ആ 5 കോടി രൂപ ഇന്ത്യൻ കറൻസിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ 2 വർഷം താങ്കൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 വർഷം കൊണ്ട് 1,20,20 ലക്ഷം രൂപ അങ്ങേക്ക് ഇവിടെ വരുമാനം കിട്ടണം. എല്ലാ ചെലവും കഴിഞ്ഞ്, യാത്രയുടെ ചെലവും കഴിഞ്ഞ് ചുരുങ്ങിയത് 60 ലക്ഷം രൂപ അങ്ങേക്ക് ലാഭം ഉണ്ടാവണമല്ലോ 2 വർഷം കഴിഞ്ഞിട്ട്. പക്ഷേ അങ്ങ് 2021 ഈ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് 47 ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്നാണ്. 47 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ബ്ലൂ ഫിൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി അങ്ങ് നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ KT ജലീൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഫിൻ എന്ന് പറയുന്ന ഒരു വില്ല പ്രൊജക്റ്റ് കൂടി നടത്തിയിട്ടുണ്ട്. ആ വില്ല പ്രൊജക്റ്റിന് ലക്ഷങ്ങൾ വേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി? ഇതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്? ആ സോഴ്സ് അങ്ങ് വ്യക്തമാക്കിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നേതാക്കൾ കച്ചവടം ചെയ്യുന്നത് സുതാര്യമായി വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ദുരൂഹമായൊരു കച്ചവടത്തിൽ ഏർപ്പെടുകയും നിങ്ങളുടെ വരുമാനം ദുരൂഹമായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സംശയമുണ്ടാവും, ചോദ്യമുനയിലുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, നിങ്ങൾ 2018-2020 മിസ്റ്റർ PK ഫിറോസ് ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയിൽ ഇതേ ജോലിയിൽ തന്നെ സെയിൽസ് മാനേജറായി നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ വരുമാനം അത് നിങ്ങൾ ടാക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം NRI സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോകുന്ന ഒരാൾക്ക്
അയാളുടെ വരുമാനം NRI സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും PK ഫിറോസിന് NRI സ്റ്റാറ്റസ് കിട്ടൂല. കാരണം ആ സമയം മുഴുവൻ അദ്ദേഹം ഇവിടെ കേരളത്തിൽ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു. ഒരു 182 ദിവസമോ മറ്റോ വേണം അവിടെ സ്ഥിരം, എങ്കിൽ മാത്രമേ NRI സ്റ്റാറ്റസ് കിട്ടുക പോലുമുള്ളൂ. അത് അദ്ദേഹത്തിന് സാധ്യവുമല്ല. അപ്പോൾ NRI സ്റ്റാറ്റസ് ഇല്ലാത്ത PK ഫിറോസ് 2018, 2019, 2020 വർഷങ്ങളിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഇൻകം ടാക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് 2021 സത്യവാങ്മൂലത്തിൽ ആ വരുമാനം കേവലം 4 ലക്ഷമായി മാറിയത്? എങ്ങനെ 4 ലക്ഷമായി മാറി? അതിനുള്ള ഉത്തരം വേണം. 2021 മാത്രമാണ് ജോബ് വിസ ഇല്ലാതിരുന്നത്. വളരെ കൃത്യമാണ്. കാരണം എന്താ? സത്യവാങ്മൂലം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വിദേശത്തുള്ള ഈ ജോലിയെക്കുറിച്ച് പുറം ലോകം അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ എന്താ? സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ അഡ്വക്കേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ 2019, 2020 കാലഘട്ടങ്ങളിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗിലെ സെയിൽസ് മാനേജർ ആയിരിക്കുകയും എന്നാൽ അത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയമാകുമ്പോഴേക്ക് പെട്ടെന്ന് പ്രൊഫഷൻ അഡ്വക്കേറ്റായിട്ട് മാറുകയും ചെയ്തു. ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു വിവരവും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ്. സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഒരു വിവരവും അതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയെ ചുറ്റിപ്പറ്റിയുള്ള 2 ചോദ്യങ്ങൾ. എവിടെ വെയർ ഹൗസ്, എവിടെ ആസ്ഥാനം? നമ്പർ 2, ഈ കമ്പനിയുടെ MD ആര്? ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വരുമാനം IT-യിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ? IT-യിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യവാങ്മൂലത്തിൽ നിന്ന് എന്തുകൊണ്ട് താങ്കൾ മറച്ചുവെച്ചു? ഇതിനുള്ള കൃത്യമായ ഉത്തരം വേണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ME-യുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ME-യുമായി ബന്ധപ്പെട്ട് 2 ME ഷോപ്പുകളിലാണ് ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ണർഷിപ്പാണെന്ന് പാർട്ണർഷിപ്പാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സ്വാഭാവികമായി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നാണ് വന്നത്? 4 ലക്ഷം രൂപ മാത്രമേ വരുമാനമുള്ളൂ. 47 ലക്ഷം രൂപയുടെ ബാധ്യത 2021 സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്ന PK ഫിറോസിന് ME ഫ്രൈഡ് ചിക്കൻ, ബേക്ക് ഹൗസ് ME ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനം തുടങ്ങാനുള്ള വരുമാനം ഏത് സോഴ്സിൽ നിന്ന് കിട്ടി? അത് കാണിക്കണം. മാത്രവുമല്ല, ഈ ME ഫ്രൈഡ് ചിക്കനിലുള്ള അബ്ദുൽ കബീറിൻ്റെ പേര് ഞാൻ കണ്ടു. ഈ അബ്ദുൽ കബീർ എന്ന് പറയുന്ന ആളാണ് ME ഫ്രൈഡ് ചിക്കൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള കേസിന് പോയിരിക്കുന്നയാൾ. ഒപ്പം അഷറഫ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ണറെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പോൾ ആരൊക്കെയാണ് ഈ ME ഫ്രൈഡ് ചിക്കനിലുള്ളത്? എന്തുകൊണ്ടാണ് ഇന്നേ വരെ താങ്കൾ അത് പുറത്ത് പറയാതിരുന്നത്? താങ്കൾക്ക് അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എടുത്ത് പരിശോധിച്ചു. ഞാനും എൻ്റെ സുഹൃത്തായ അഷറഫും കൂടി തുടങ്ങുന്ന ME ഫ്രൈഡ് ചിക്കൻ എന്ന ബേക്ക് ഹൗസിൻ്റെ ഉദ്ഘാടനമാണിന്ന് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞില്ല, ക്ഷണിച്ചിരുന്നു. അതായിക്കോട്ടെ, ഇത് നോക്കട്ടെ. നിങ്ങളെങ്ങനെ ഒരു മിനിമം സോഷ്യൽ മീഡിയ, നിങ്ങളൊരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ണർഷിപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമാവുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയല്ലേ അത് പറയുക? അതെന്തുകൊണ്ടാണ് അങ്ങ് മറച്ചു വെച്ചത്? അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 4ാമത്തെ ചോദ്യം ധോത്തിയുമായി ബന്ധപ്പെട്ടതാണ്. അത് കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യമാണ്. അത് 2,72,000 ധോത്തികളാണ് ഈ ധോത്തി ചലഞ്ചിലൂടെ വാങ്ങിയത്. ഒരു ധോത്തിക്ക് നേരത്തെ പറഞ്ഞതുപോലെ 600 രൂപ 700 രൂപ എന്ന മട്ടിലാണ് വാങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയായാൽ 16,32,00,000 രൂപ ചെലവഴിച്ചു എന്നതാണ് കണക്ക്. അതിൽ 8 കോടി രൂപയുടെ കണക്കിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് യൂത്ത് ലീഗിൽ തന്നെയുള്ള ചില നേതാക്കളുടെ സംസാരം. അതിലും അങ്ങ് വ്യക്തത വരുത്തണം. 200 രൂപയുടെ ധോത്തി 600 രൂപയായി കാണിച്ച് 2,72,000 രൂപയുടെ ധോത്തി ചലഞ്ച് അങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആരോപണം നിൽക്കുന്ന സാഹചര്യത്തിൽ PK ഫിറോസിന് ധൈര്യപൂർവ്വം വന്ന് നമ്മളുടെയൊക്കെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാം, ഇതാ GST ബിൽ 2,72,000 ധോത്തി രാംരാജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ ആ രാംരാജിൽ നിന്ന് വാങ്ങിയതിൻ്റെ കണക്ക് ഞാൻ വെക്കുന്നു. 16,32,00,000 കണക്ക് നമ്മുടെ മുന്നിൽ സംസാരിക്കണം. ആരെയും നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല. ഞാനിപ്പോഴും PK ഫിറോസിനെ അവിശ്വസിക്കുന്നില്ല. PK ഫിറോസ് ഏതെങ്കിലും തരത്തിൽ ഉന്നാവ കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ടൊരു ഫണ്ട് മുക്കൽ നടന്നിട്ടുണ്ടെന്ന് കോടതി തെളിയിക്കപ്പെടുന്നതുവരെ ഞാൻ വിശ്വസിക്കുന്നതേയില്ല. ആരോപണമായി തന്നെ അത് നിൽക്കുന്നു. പക്ഷേ ഈ 4 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങേക്ക് ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റിന് തുടങ്ങിയ സാമ്പത്തിക ശേഷി എവിടെ നിന്ന് കിട്ടി? അങ്ങയുടെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗിൽ നിന്ന് ലഭിച്ച വരുമാനം IT-യിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ? IT-യിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാതെ പോയി? IT റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ NRI സ്റ്റാറ്റസ് വേണം. താങ്കൾക്ക് NRI സ്റ്റാറ്റസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ വരുമാനം എന്തുകൊണ്ട് താങ്കൾ മറച്ചു വെച്ചു? ആൻഡ് നമ്പർ 3, ME ഫ്രൈഡ് ചിക്കനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെന്നുള്ള വിവരം താങ്കൾ എന്തിനു മറച്ചു വെച്ചു? താങ്കളും അബ്ദുൽ കബീറുമായുള്ള ബന്ധം എന്താണ്? താങ്കളുടെ ബിരാമിയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനും വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് PK ഫിറോസ് മറുപടി പറയുകയാണ് വേണ്ടത്. PK ഫിറോസ് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊരു പക്ഷേ വിസയുടെ സ്റ്റാറ്റസിനു വേണ്ടി ഈ പൈസ കൂട്ടിവെച്ചതാകാം എന്നൊരു ന്യായീകരണം മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരേ ഒരു ന്യായീകരണം.
കാരണം ഒരു മാനേജർ ലെവലിലുള്ള ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ച് ഉയർന്ന തുക വെക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ ചാനലിൽ UAE ബിസിനസ് നിയന്ത്രിക്കുന്ന അവിടുത്തെ മാനേജർക്ക് പോലും 10,000 UAE ദിർഹത്തിൽ താഴെ മാത്രമേ വരുമാനമുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ആ സാഹചര്യത്തിലാണ് അവിടെ പർച്ചേസിംഗ് മാനേജറായിട്ടും സെയിൽസ് മാനേജറായിട്ടും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് 22,000 UAE ദിർഹം ട്രാവൽ അലവൻസ് അടക്കം ശമ്പളം ലഭിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിലും വിചിത്രമായി തോന്നിയത് അതൊരു പാർട്ട് ടൈം ജോബാണെന്ന് പറഞ്ഞതിലാണ്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ വിസ കാർഡിൽ കിടക്കുന്നത് അവിടെ ഫുൾ ജോബ് വിസയാണ് കിടക്കുന്നത്. ഫുൾ ജോബ് വിസയാണ് എംപ്ലോയ്മെൻറ്റ് കാർഡിലുള്ളത്. പാർട്ട് ടൈം ആണെന്ന് പറയുന്നു. പാർട്ട് ടൈം ജോലിക്ക് 22,000 UAE ദിർഹം എന്ന് പറഞ്ഞാൽ അമ്പടാ എന്നേ പറയാനുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, PK ഫിറോസ് തെളിവുമായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ 4 ചോദ്യങ്ങളുടെയും തെളിവുകൾ വേണം. ഞാനത് ആവർത്തിക്കുന്നില്ല. ആ തെളിവുകളുമായി PK ഫിറോസ് വരട്ടെ. PK ഫിറോസ് ആ തെളിവുമായി വരുന്നതുവരെ നമുക്ക് PK ഫിറോസിനെ വിശ്വസിക്കാം. സുജയ, PK ഫിറോസ് തെളിയിക്കണം. മാത്രമല്ല ലീഗ് നേതൃത്വവും ഇക്കാര്യത്തിൽ ഒന്ന് മൗനം വെടിയേണ്ടതുണ്ട്. കാരണം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതായത് അവരുടെ ഓഫീസിലിരുന്നാണല്ലോ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. പാർട്ടിയുടെ ഭാരവാഹി എന്ന രീതിയിലാണ് ആ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വാർത്താ സമ്മേളനത്തെ ഞാൻ കാണുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ് PK ഫിറോസ് ഇന്ന് KT ജലീൽ എന്ന സ്വതന്ത്ര MLA മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ സർക്കാർ KT ജലീലിനൊപ്പം നിൽക്കുന്നുണ്ടോ, KT ജലീലിന്റെ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനപ്പുറം KT ജലീൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന അദ്ദേഹത്തിൻ്റെതായ സ്പേസിലാണ്. അതോടെ പക്ഷേ ഇവിടെ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഓഫീസിൽ തന്നെയാണ്. ആ ബാക്ക്ഡ്രോപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ലീഗ് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ അറിവോടെയുള്ള സെയിൽസിന്റെ മാനേജറാണോ PK ഫിറോസ് എന്നുള്ളതാണ്. കാരണം വിദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതാദ്യമായി PK ഫിറോസ് മാത്രം ഈ റിവേഴ്സ് ഹവാല നടത്തുന്നു എന്നുള്ള ജലീലിന്റെ ആരോപണം അതാദ്യമായി കേരളം കേൾക്കുന്നതൊന്നുമല്ല. റിവേഴ്സ് ഹവാല സംബന്ധിച്ചുള്ള ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ KT ജലീൽ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുമ്പോൾ തിരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് രേഖകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ PK ഫിറോസിന് അങ്ങനെയുള്ള ഒരു രേഖയും കയ്യിൽ ഉണ്ടായിരുന്നില്ല ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ. എന്തിന് സ്വന്തം കമ്പനിയുടെ പേര് പോലും പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയ്ക്ക് പേര് പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു കമ്പനിയിലാണോ അദ്ദേഹം ഈ മാനേജറായിട്ടിരിക്കുന്നത്? അതെങ്കിലും അറ്റ്ലീസ്റ്റ് ലീഗ് നേതൃത്വം അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് കൊപ്പത്തുള്ള യമ്മി ഫ്രൈഡ് ചിക്കൻ, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള യമ്മി ഫ്രൈഡ് ചിക്കൻ, ഈ കമ്പനികളൊക്കെ ഒരു ബിനാമിയെ വെച്ചോ അല്ലെങ്കിൽ അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ തന്റെ കമ്പനിയായിട്ട് തന്നെ നടത്താനോ ഒക്കെ PK ഫിറോസിന് കഴിയും. അതിനൊന്നും ആരും PK ഫിറോസിന് എതിർപ്പ് പറയുന്നില്ല. മാഡം പറഞ്ഞതുപോലെ പണ്ട് ദാരിദ്ര്യമായിരുന്നു എന്ന് വെച്ചിട്ട് ജീവിതാന്ത്യം വരെ ദാരിദ്ര്യമായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് നേരായ വഴിയിലാണോ ആ സമ്പത്ത് ഉണ്ടാക്കിയത് എന്ന കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ പ്രൂവ് ചെയ്യണം. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ്. അറ്റ്ലീസ്റ്റ് ആ സംഘടനയോടെങ്കിലും ലീഗിന്റെ ആളുകളൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഈ ദീനിബോധത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകളാണല്ലോ. അപ്പോൾ അതൊക്കെ PK ഫിറോസിനും ബാധകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവർക്ക് മുന്നിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇവിടെ കച്ചവടത്തിന്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. പൊളിറ്റിക്സ് വേറെ, എൻ്റെ ബിസിനസ് വേറെ, കാരണം വരുമാനം ഉണ്ടാക്കുന്നതിനല്ല എനിക്ക് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നല്ലവനായ ഉണ്ണി കളിക്കുന്നതിനപ്പുറം എന്താണ് തൻ്റെ കച്ചവടം, എന്താണ് തൻ്റെ ബിസിനസ്, അത് PK ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷനൊക്കെ തീരും. KT ജലീലിന് കട്ടയും പടവും മടക്കി തിരിച്ച് വീട്ടിൽ പോയി ഇരിക്കാനും കഴിയും. കാരണം ഇത്രയും ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരാളെ ഡീഫെയിം ചെയ്യുകയാണല്ലോ KT ജലീൽ. അങ്ങനെയാണെങ്കിൽ, കാരണം KT ജലീൽ പറഞ്ഞത് പ്രൂവ് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ KT ജലീൽ നടത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ബിസിനസ്സുകാരനായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ച് വരുന്ന ഒരാളുടെ ചിറക് വെട്ടിക്കളയുന്ന രീതിയിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി ആകെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇത് മലബാറിൽ 2 നേതാക്കൾ തമ്മിലുള്ള വെറും ചക്കളത്തി പോരായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യക്തത വരാതെ കിടക്കുന്നുണ്ട് എന്നത് പൊതുസമൂഹത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. KT ജലീലിന്റെ കേവലം ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിട്ടല്ലല്ലോ ഇതിപ്പോൾ നിൽക്കുന്നത്. ഇപ്പുറത്ത് വന്ന മറുപടി പറയുകയാണ്. എന്നിട്ട് KT ജലീലിന്റെ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുകയാണ്. KT ജലീൽ പല കാര്യങ്ങളും പുറത്തു വരുമെന്നുള്ള ഭയം കാരണം മുൻപേ എറിഞ്ഞതാണ് തനിക്കെതിരെ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ KT ജലീൽ എറിഞ്ഞിരിക്കുന്നത് തെളിവുകളോടുകൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ തെളിവുകൾ വെച്ച് തന്നെ തെളിയിക്കണം. ഇതല്ല, എനിക്കിങ്ങനെ ഒരു കമ്പനിയുണ്ട്. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 3 മാനേജേഴ്സ് മാത്രമുള്ള ഒരു കമ്പനി. അപ്പോൾ അതിൽ അങ്ങനെ ഒരു കമ്പനി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് ആ ബിസിനസ് മോഡൽ കേരളത്തിൽ കൂടി കൊണ്ടുവരാമല്ലോ. അങ്ങനെയൊക്കെ ബിസിനസ് നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ P രാജീവിനൊക്കെ അത് വലിയ രീതിയിൽ P രാജീവൻ എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ മിനിമം സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു സംവിധാനമൊക്കെ, അതായത് അയാൾക്ക് കിട്ടുന്നത് ഇപ്പോൾ KT ജലീൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ PK ഫിറോസിന്
5.25 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പോൾ വെർച്വലായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയവും ഒരു ഭാഗത്തൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെ ആണെങ്കിൽ എത്ര യുവാക്കൾക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ പറ്റും? കാരണം വരുമാനമുള്ള ഒരു ജോലി കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്ന യുവാക്കൾക്കൊക്കെ നല്ല ഒരു മോട്ടിവേഷൻ ആകും പി കെ ഫിറോസ്. കാരണം ഇത്രയൊക്കെ വരുമാനം കിട്ടും, വെർച്വലായിട്ട് ഒരു കമ്പനിയിൽ ഒരു മാനേജർ പോസ്റ്റിൽ ജോലി ചെയ്താൽ മതി, രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ സമയം കൊണ്ടുപോകാം. കാരണം ലീഗിന്റെ പ്രധാനപ്പെട്ട യൂത്ത് ലീഗിന്റെ സമര പരിപാടികളിലൊക്കെ പി കെ ഫിറോസിനെ നമ്മൾ കാണാറുണ്ട്, രാഷ്ട്രീയ പ്രതികരണങ്ങൾ കാണാറുണ്ട്. നേരത്തെ അദ്ദേഹം ചർച്ചകളിലും സജീവമായിരുന്നു. അപ്പോൾ ഇത്രയും സജീവമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, നല്ല ഒരു എമൗണ്ട് കയ്യിൽ കിട്ടും, താങ്കൾക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വെർച്വൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്താൽ മതി. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സൈഡിൽ കൂടി അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മുന്നോട്ട് പോകാനും പറ്റും, അപ്പുറത്തൊരു വരുമാനം കിട്ടുന്ന ജോലിയും ഉണ്ടാകും. ഇവിടെ നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ചല്ലോ, ഡോക്ടർ അരുണും ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ സെൽഫ് പ്രൊഫഷനായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് മത്സരിച്ചത് 2021 ഇനി ഒരു പക്ഷേ 2024 മത്സരിച്ചേക്കാം. കാരണം മാത്രം അല്ലേ? അപ്പോൾ 2021 മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അസറ്റ്സ് കാണിച്ചിരിക്കുന്നത് 63 ലക്ഷമാണ്, ലയബിലിറ്റീസ് 47 ലാക്സുമാണ്. ഇതിൽ IT റിട്ടേൺസിന്റെ ഭാഗം കൂടിയുണ്ട്. അതിൽ IT റിട്ടേൺസ് പറഞ്ഞിരിക്കുന്നത് 2020-21 അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അതായത് മത്സരിക്കുന്ന ആ വർഷത്തെ അദ്ദേഹത്തിന്റെ ഇൻകമായിട്ട് IT റിട്ടേൺസ് കാണിച്ചിരിക്കുന്നത് 3,98,324 രൂപയാണ്. എന്നാൽ ഇതിൽ 2018-2019 ഈ കമ്പനി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സെയിൽസ് മാനേജർഷിപ്പ് ഓപ്പറേഷനിൽ അല്ലാതിരുന്ന വർഷമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വർഷങ്ങൾ. ആ സമയത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം. ഞാൻ IT റിട്ടേൺസ് നോക്കുമ്പോൾ 6,76,217 ആണ് അദ്ദേഹത്തിന് ആ വർഷം 2018-19. അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്ത വ്യാപാരം എന്താണ്? അഡ്വക്കേറ്റ് എന്ന നിലയിൽ മാത്രം ഉണ്ടാക്കിയതാണോ ഈ സമ്പാദ്യം? അന്ന് അദ്ദേഹം അഡ്വക്കേറ്റായി എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു, അദ്ദേഹം പോയിട്ടുള്ള കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഡാറ്റയൊക്കെ അദ്ദേഹത്തിന്റെ പബ്ലിക് ഡൊമൈനിലേക്ക് വെക്കാമല്ലോ. 2018-19 6,76,217, 19-20 3,63,573. ഇയാൾ ഈ ഫോർച്യൂൺ ട്രേഡിംഗിൽ പണിയെടുക്കല്ലേ? അതാണ് 2 വർഷത്തെ ജോബ് കാർഡ് ഉണ്ട്, ജോബ് കാർഡ് ഉണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60 ലക്ഷം രൂപ IT അടയ്ക്കേണ്ടതാണ്, കാണിക്കേണ്ടതാണ്. 6,76,217 വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല, വിട്ടുപോയിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഞാൻ എന്റെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് പകർത്തി എഴുതിയെന്നേ ഉള്ളൂ. ആ സത്യവാങ്മൂലം പരിശോധിച്ചാൽ താങ്കൾക്കും ബോധ്യമാകും. 2017-18 കുറവാണ്, 1,76,906 ഈ മത്സരിക്കുന്ന വർഷം 3,98,324. അപ്പോൾ അതെന്ന് പറയുന്നത് IT റിട്ടേൺസ് കൊടുക്കുന്ന അറിയാമല്ലോ 12 മാസത്തേതാണ്. ഇത് ഒരു മാസത്തെ 5,25,000 അപ്പോൾ എവിടെ പോയി? അതോ ഇനി 5,25,000 എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രണ്ടാമത്തെ ഡാറ്റ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 മാർച്ച് 21 മുതലാണ് പുതിയ ജോബ് കാർഡ് അനുസരിച്ച് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLCയിൽ സെയിൽസ് മാനേജർ വർക്ക് എഗ്രിമെന്റിന്റെ കോപ്പി വെച്ചിട്ടാണ് ജലീൽ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ നേരത്തെയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നതും ഇവിടെ തെളിയിക്കേണ്ടത് പി കെ ഫിറോസ് ആണ്. അപ്പോൾ ഇവിടെ ലീഗിന്റെ ഈ പറയുന്ന കത്വ ഉന്നാവോ ഞാൻ അങ്ങനെ തള്ളിക്കളയുന്നില്ല കേട്ടോ. കത്വ ഉന്നാവോ അതുപോലെ തന്നെ ധോത്തി ചലഞ്ച് അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം പി കെ ഫിറോസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനിലായിട്ടുള്ള ഫണ്ട് റേസിംഗ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ലീഗ് നേതൃത്വം വിശദീകരിക്കണം. അതിന്റെ ബാധ്യത ലീഗ് നേതൃത്വത്തിന് തന്നെയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. കാരണം സാധാരണക്കാരായ ലീഗിന്റെ അണികൾ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അവരൊക്കെ നടന്ന് ഈ ധോത്തി ചലഞ്ചിന് വേണ്ടിയിട്ട് നല്ലതുപോലെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഈ ഓർഗനൈസേഷണൽ ഫണ്ട് റേസിംഗ് ആക്ടിവിറ്റീസ് നല്ല വൃത്തിയായിട്ട് നടത്തുന്നവരാണ് ലീഗുകാർ. അപ്പോൾ അവരെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് കൂടി ഈ സെയിൽസ് മാനേജർ കുറെ ഫണ്ടങ്ങ് കൊണ്ടുപോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത് പരിശോധിക്കപ്പെടണം. കാരണം അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു അലിഗേഷൻ ഇവിടെ പൊതുസമൂഹത്തിൽ ഒരു MLA ആണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പാർട്ടി തലത്തിലും അല്ലാതെയും അത് പരിശോധിക്കപ്പെടേണ്ട ഒരു ആരോപണമായി അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ലീഗ് അംഗങ്ങൾക്ക് പരാതിയുണ്ടോ? അത് ലീഗ് നേതൃത്വം വ്യക്തമാക്കണം. കാരണം ജലീലിന് വെറുതെ ആകാശത്തു നിന്ന് കിട്ടിയതൊന്നുമല്ല, അദ്ദേഹം വെടിവെച്ച് പിടിച്ചതൊന്നുമല്ല, ലീഗിന്റെ ആളുകൾ തന്നെ കൊണ്ടുകൊടുത്താണ് ഈ വർക്ക് എഗ്രിമെന്റ് കോപ്പി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഇൻഹെറിറ്റഡ് വെൽത്ത് എത്രത്തോളമായിരുന്നു? ആ ഇൻഹെറിറ്റഡ് വെൽത്ത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കടം വാങ്ങി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പി കെ ഫിറോസ് എങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എത്തിയത്, എന്ന് മുതലാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്, ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇവിടെ അദ്ദേഹം ഒരു വെൽത്തി ഇൻഡിവിജ്വൽ ആയി എന്നുള്ളത് വ്യക്തമാണല്ലോ. കാരണം ബ്ലൂഫിൻ പ്രോജക്റ്റ് ഇപ്പോൾ റണ്ണിംഗ് ആണ് കോഴിക്കോട്ട്, അതുപോലെ തന്നെ ഈ യമ്മി ഫ്രൈഡ് ചിക്കൻ റണ്ണിംഗ് ആണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജോലിയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. ആ ബിസിനസിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? അമേരിക്ക അതുപോലെ തന്നെ UK ഈ രണ്ടിടങ്ങളിലും ബിസിനസ് വിസ ഉണ്ട്. അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നേ. അവിടെ ചെയ്യുന്ന ബിസിനസ് ഏതാണ്? ഈ സെയിം കമ്പനി തന്നെയാണോ അവിടെയും റൺ ചെയ്യുന്നത്? ആ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പി കെ ഫിറോസിനുണ്ട് എന്നതാണ് എന്റെ ബോധ്യം. അദ്ദേഹം 15-20 വർഷമായിട്ടുണ്ടാകും, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെയാണ്. 15-20 വർഷമായിട്ട് MSFന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, അതിനുശേഷം ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ 10-20 വർഷമായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ് പി കെ ഫിറോസ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തോട്, ജനങ്ങളോട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്തം പി കെ ഫിറോസിനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അത് അഷ്റഫിന്റെ ട്രാവൽസ് ആണോ, വിദേശ കമ്പനിയിലെ ജോലിയാണോ, ലീഗുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ് അവർക്ക് പറയാനുണ്ടാവുക. അതൊക്കെ അവർ പൊതുവെയാണ് പറയേണ്ടത്. അതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ട്. അല്ലാത്ത പക്ഷം ആ ഒരു സംഘടനയെ മുഴുവൻ ഇതുപോലെയുള്ള സെയിൽസ് നടത്തുന്ന മാനേജേഴ്സ് ഉള്ള ഒരു സംഘടനയായിട്ട് ആളുകൾ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഒരാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വെള്ളപൂശിക്കുകയല്ല വേണ്ടത്, തെറ്റാണ്
തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് തുറന്നു പറയുകയും അതിനെ എതിർക്കുകയും ചെയ്യുകയാണ് ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സത്യവാങ്മൂലത്തിലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഡീറ്റെയിൽസ് ഓഫ് മൂവബിൾ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ് ഇൻ കമ്പനീസ്, ഏതെങ്കിലും കമ്പനിയിൽ ഷെയർ ഉണ്ടോ എന്ന കാര്യത്തിലും നിൽ എന്നാണ് വെച്ചിരിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അനുസരിച്ച്. അപ്പോൾ 2021 ഇതൊന്നുമില്ല. അപ്പോൾ ഈ മാനേജർ ആയിരുന്ന ജോബ് കോൺട്രാക്ട് അപ്പാടെ അല്ലെങ്കിൽ മറച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നത് ഇവിടെ ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസ് ഈ ബ്ലൂഫിൻ ട്രാവൽ ഏജൻസിയുടെ ഓഫീസ് പഴയ ലീഗിന്റെ കെട്ടിടത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് KT ജലീൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാനേജർമാർ മാത്രമുള്ള ഫോർച്യൂൺ കമ്പനി ഇന്ത്യയിൽ നിന്ന് റിവേഴ്സ് ഹവാലയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കും അന്വേഷിക്കാവുന്നതാണ്. കാരണം ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ഹവാലയൊക്കെ കുറ്റകരമായ കാര്യമാണ്. അപ്പോൾ അത് ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾക്കും അന്വേഷിക്കാവുന്നതാണ്. അതിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ പോകട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ ഫിറോസ് തെളിയിക്കണം താൻ നിരപരാധിയാണോ അല്ലയോ എന്നുള്ളത്. ഒരു വ്യക്തത കൂടി വരുത്താം. ചില പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. അഡ്വക്കേറ്റായ PK ഫിറോസ് മറ്റൊരു ജോലി എടുത്താൽ എന്താണ് കുഴപ്പം എന്ന് സംശയമുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ്സ് ആക്ട് 1961 1961 അഡ്വക്കേറ്റ് ആക്ടും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസും പറയുന്നത് പ്രകാരം ദിസ് പ്രൊവിഷൻ empowers ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ടു മേക്ക് റൂൾസ് റിഗാർഡിംഗ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എറ്റിക്വറ്റ് ഓഫ് അഡ്വക്കേറ്റ്സ്. അത് പ്രകാരം അഡ്വക്കേറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു തരത്തിലുമുള്ള ജോലി rules place restrictions on advocates from engaging other employment or business while practicing as a lawyer. നിങ്ങൾ ബാർ കൗൺസിലിൽ ഒരു ലോയർ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു തൊഴിലിലോ മറ്റൊരു ബിസിനസ്സിലോ നിങ്ങൾക്ക് ഏർപ്പെടാൻ കഴിയില്ല. സ്ലീപ്പിംഗ് പാർട്ട്ണർ ആവാം എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ബാർ കൗൺസിൽ തുടരുന്നുണ്ടോ മിസ്റ്റർ PK ഫിറോസ് എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അതാണ് അഞ്ചാമത്തെ ചോദ്യം. ഞാനത് വിട്ടുപോയത്. പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ് ആണോ? ഞാനിപ്പോൾ പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തേക്ക് മാത്രം. അത് അത്ഭുതകരമാണ് കേട്ടോ. തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ഒരു വർഷത്തേക്ക് മാത്രമായി പ്രാക്ടീസിംഗ് ലോയർ ആയിരുന്നു. ആ സമയത്ത് ജോബ് വിസ വേണ്ടെന്ന് വെക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് 3,98,324 രൂപ സമ്പാദ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്. PK ഫിറോസ് മറുപടി പറയുക, ഇല്ലെങ്കിൽ ആ ധോത്തി തലയിലൂടെ ഇട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി വരുമ്പോൾ രേഖ കൊണ്ടുവരണം. അതെ, ആ രേഖ വരിക എന്നുള്ളതാണ്. ധോത്തിയായിട്ട് വന്നാൽ മാത്രം പോരാ, ധോത്തിയും രേഖയായിട്ട് പോകുന്നുണ്ട്. രേഖ വരണം. അപ്പോൾ നമുക്കൊരു ഇനി ഈ മണിക്കൂറിലെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മളുടെ ഉത്തരത്തിലേക്ക് ഫിറോസ് തെളിയിക്കണോ എന്നാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെ. Meet the editors.